Then I said, God, please tell me what is your will. അവസാനം ഞാൻ ചോദിച്ചു, കർത്താവേ നിന്റെ ഹിതം എന്താണ്? Well, it's a joy to be here with you all this morning. ഇന്ന് രാവിലെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. And I'm going to share on a topic called delight and desire. ദൈവത്തിൽ പ്രമോദിക്കുക, അതേസമയത്ത് ആഗ്രഹിക്കുക, ഈ രണ്ട് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. And God has done amazing things in my life. എൻ്റെ ജീവിതത്തിൽ വളരെ മനോഹരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തു തന്നിട്ടുണ്ട്. And lot of miracles. അനേക അത്ഭുതങ്ങൾ. Like I'm 50 years now. എനിക്ക് 50 വയസ്സുണ്ട് ഇപ്പം. And at the age of 16, the doctors told me that I have 6 months to live. 16 വയസ്സുള്ളപ്പോൾ ഡോക്ടർമാർ അന്ന് പറഞ്ഞു എനിക്കിനി 6 മാസം കൂടെ ആയുസുള്ളൂ എന്ന്. So I've already surpassed the expiry date doctors put on my life. ഡോക്ടർമാർ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് ഇതിനോടകം കഴിഞ്ഞു. Never thought that I'll be 50. 50 വയസ്സ് തയ്ക്കുമെന്ന് ഒരിക്കലും ഞാൻ അന്ന് വിചാരിച്ചില്ല. And you know, a lot of the times people say that how could I have achieved what I've achieved with my background. എൻ്റെ ചുറ്റുപാട് നോക്കുമ്പോൾ ഞാൻ ഇന്ന് നേടിയെടുത്തതൊക്കെ എങ്ങനെ നേടിയെടുത്തു എന്ന് പലരും അതിശയിക്കാറുണ്ട്. Now you saw the video. നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടു. And God put in our hearts to run a discipleship training school for educated people who have a passion to carry the gospel into their workplaces. നല്ല വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എങ്ങനെ എത്തിക്കണം എന്നുള്ളത് പരിശീലിപ്പിക്കുന്ന ഒരു ശിഷ്യത്വ പരിപാലന കേന്ദ്രം തുടങ്ങുവാൻ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. Now I am a high school dropout. ഞാൻ ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ ഒരാളാണ്. But we make sure that our students are educated. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാക്കണമെന്നുണ്ട്, കാര്യം ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം നല്ല വിദ്യാസമ്പന്നരാണ്. It does not make sense that a person who is leading is not qualified enough, whereas all the students have to be at a certain level. എനിക്ക് മനസ്സിലാകാത്തത് ഞങ്ങളുടെ സെൻറ്ററിൽ പഠിക്കാൻ വരുന്നവരെല്ലാം വളരെ വിദ്യാഭ്യാസമുള്ളവരും ഈ നയിക്കുന്ന ആൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കാര്യമായിട്ടില്ല. See, when God calls, He has His own definition of who qualifies. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ അതിനെ ക്വാളിഫൈ ചെയ്യുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആ ഡെഫിനിഷൻ വേറെയാണ്. Like the first 5 books of the Bible was written by a murderer. ആദ്യത്തെ 5 പുസ്തകം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആൾ ഒരു കൊലപാതകനാണ്. You would never have an opening batsman with that kind of a track record. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളിനെ കൊണ്ട് അയാളെ ഒരിക്കലും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആക്കത്തില്ല. See, God has His own ways of writing things. ആ കാര്യങ്ങൾ എഴുതുന്നതിൽ ദൈവത്തിന് തൻ്റെതായ ഒരു രീതിയുണ്ട്. Like book of Jonah. Jonah is supposed to be the most depressed prophet. ഈ യോനയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം പ്രവാചകനായിരുന്നു, പക്ഷേ ഏറ്റവും ഡിപ്രസ്ഡ് ആയ ഒരു പ്രവാചകനായിരുന്നു. But yet God used him to speak His word. എന്നിട്ടും ദൈവ ശബ്ദം കേൾപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. And so God called us to equip people to carry the gospel into the cities. അതുകൊണ്ട് പട്ടണങ്ങളിലേക്ക് സുവിശേഷവുമായി പോവാൻ ദൈവം ചിലരെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. You know, today's danger of the urban church ഇന്നത്തെ പട്ടണത്തിലെ സഭകളുടെ ഒരു വലിയ അപകടം is they think that by giving money they have done their part in missions. പട്ടണത്തിലെ വിശ്വാസികൾ ചിന്തിക്കുന്നത് കുറെ പണം അങ്ങ് മിഷൻസിന് കൊടുത്താൽ അവരുടെ ജോലി തീർന്നെന്നാണ്. And from my understanding, giving money is the easiest form of missions. ഞാൻ പറയാറുണ്ട്, പണം കൊടുക്കുന്നതാണ് മിഷൻസിൽ ഏറ്റവും എളുപ്പമുള്ളൊരു സംഗതി. And you want others to go through the challenges, but you think just by giving money I have done my part. മറ്റുള്ളവർ വേണേ വെല്ലുവിളികളെല്ലാം അവർ നേരിടട്ടെ, പക്ഷേ എന്നെ സംബന്ധിച്ചോളം കുറേ പണം കൊടുത്താൽ എൻ്റെ ജോലി തീർന്നു. But I believe that God has placed us to be the salt and light to carry the gospel no matter which field we are in. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ അവിടെ സുവിശേഷം കൊണ്ടെത്തിക്കുവാനുള്ള ഉപ്പും വെളിച്ചവുമായിട്ട് ദൈവം നമ്മളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. And He has called us to carry the gospel. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ സുവിശേഷം വഹിച്ചു കൊണ്ടുപോകുന്നവരായിട്ടാണ്. That is not a privilege only for the evangelist and the pastors. അത് സുവിശേഷകർക്കും പാസ്റ്റർമാർക്കും മാത്രമുള്ളൊരു പദവിയല്ല. Look at Daniel. He was not a full-time prophet. He was a politician. നമുക്കറിയാം, ദാനിയേൽ ഒരു മുഴുവൻ സമയ പ്രവാചകനല്ല, താൻ ഒരു കൊട്ടാരത്തിലെ ഒരു ഉയർന്ന ജോലിക്കാരനായിരുന്നു. David was not a full-time worship leader. He was also a politician. ദാവീദും ഇതുപോലെ ഒരു മുഴുസമയ ആരാധകനൊന്നും ആയിരുന്നില്ല, അദ്ദേഹം
ആരാധന നയിക്കുന്ന ആളല്ലായിരുന്നു, അദ്ദേഹം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിരുന്നു. Joseph was also not a full-time dreamer. He was also a politician. യോസേഫും മുഴുവൻ സമയം സ്വപ്നക്കാരനല്ലായിരുന്നു, താനും ഈ പറഞ്ഞ കൊട്ടാരത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്നവനാണ്. So they were all called to being in the marketplace and making an impact. അവരെല്ലാം ദൈവം ആക്കിയെടുത്ത് അവരൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. See, we are ready to go to Bihar and Odisha to share the gospel. നമ്മളെല്ലാവരും ബീഹാറിലും ഒഡീസയ്ക്കും സുവിശേഷമായിട്ട് പോകാൻ തയ്യാറാണ്. But what about in your neighborhood? പക്ഷെ നിങ്ങളുടെ അയൽപക്കങ്ങളിലെ കാര്യം എങ്ങനെ? What about in your office? നിങ്ങളുടെ ഓഫീസിൽ എങ്ങനെയാണ്? In your school? നിങ്ങളുടെ സ്കൂളിൽ? Don't you think that people around you also need to hear the gospel? നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരും സുവിശേഷം കേൾക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Don't you feel compassionate that they will not have a place in heaven because they don't have the gospel? അവർ സുവിശേഷം കേട്ടിട്ടില്ലാത്ത കാരണം അവർക്ക് സ്വർഗം നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Just because they have iPhone 17 Pro, that does not mean that you should not share the gospel. നിങ്ങളുടെ കയ്യിലൊരു ഉള്ളത് iPhone 17 Pro ആണെന്നുള്ളത് കൊണ്ട് കാരണം കൊണ്ട് മാത്രം നിങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കാതിരിക്കേണ്ട. So I would encourage you to don't miss out on the opportunity of sharing the gospel. സുവിശേഷം പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഏതൊരു സാഹചര്യവും നിങ്ങൾ വിട്ടുകളയരുതേ. And the course equips you with tools and understanding how to defend what you believe. നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സും ആണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നടത്തുന്നത്. And I would encourage you, if you are able to take 5 months off, to get equipped so that you can carry the gospel wherever you are placed at. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 5 മാസം ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് വരിക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിശീലനമായിരിക്കും ലഭിക്കുന്നത്. നിങ്ങളായിരിക്കുന്നിടത്ത് എങ്ങനെ സുവിശേഷമായിട്ട് പോകാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് സജ്ജമാക്കപ്പെടും. നിങ്ങൾ It is not a matter of full time or half time. അത് മുഴുവൻ സമയം പകുതി സമയം അങ്ങനെയൊന്നുമില്ല. But we are all called to being lifetime missionaries of the gospel. നമ്മൾ സുവിശേഷത്തിൻ്റെ ലൈഫ് ടൈം ജീവപര്യന്തം നമ്മൾ സുവിശേഷമായിട്ട് പോകേണ്ടവരാണ്. So for today's morning passage, if you have your Bibles, please turn your Bibles to Psalm 37 verse 4. 37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലേക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുപോകാം. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Take delight in the Lord and he will fulfill the desires of your heart. യഹോവയിൽ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. One of the favorite verses of the Christians. ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണിത്. A verse that will always be as a promise card on the 31st of December. 31 ഡിസംബർ മാസം എല്ലാവർക്കും നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരു പ്രോമിസ് കാർഡ് അടിച്ച് തരുമെങ്കിൽ അതിൽ ഈ വാക്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. A verse that is so much part of what we want. നമുക്ക് എന്ത് വേണം എന്നുള്ളത് പറയുന്ന ഒരു വാക്യമാണിത്. This is one of those verses that cannot go wrong. You can always give it to anyone at any time. ഇത് ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. നിങ്ങൾക്ക് ആർക്ക് വേണേലും എപ്പം വേണേലും ഈ വാക്യം കൊടുക്കാം. And when people look at my life and they would say that they would just literally cut and paste this verse and say, see Benny, how you have traveled and God has fulfilled the desires of your heart. എൻ്റെ ജീവിതം കണ്ടിട്ട് പലരും പറയാറുണ്ട്, സഹോദരാ നിൻ്റെ ജീവിതത്തിൽ എന്ത് കൃത്യമായിട്ട് ഈ വാക്യം ദൈവം അത് നിറവേറ്റി തന്നു എന്ന് എന്നെ നോക്കി ചോദിക്കാറുണ്ട്. People would even bring their children that I would lay my hands and pray, saying that just like how God fulfilled your desires, please pray that my children's desires will be fulfilled. പലരും തങ്ങളുടെ മക്കളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിൻ്റെ ജീവിതത്തിൽ ദൈവം നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിപ്പിച്ചു തന്നുവോ അതുപോലെ എൻ്റെ മക്കളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാൻ വേണ്ടി നീ ഒന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് മക്കളെ കൊണ്ടുവരാറുണ്ട്. They have brought their passports, their documents, telling, please lay your hands and pray. Just like how you have been successful, my passport also will be successful. ചിലരൊക്കെ അവരുടെ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറയും ഇതിലൊന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണേ, നിൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ദൈവം നിന്നെ നടത്തി അതുപോലെ ഞങ്ങളും ഒന്ന് മുന്നോട്ട് പോകേണ്ടതിന് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. And I want to break this verse for us to really understand what does this mean. എന്താണ് ശരിക്കും ഈ വാക്യത്തിൻ്റെ അർത്ഥം? അതിനെ ഞാനൊന്ന് മുറിച്ച് ഒന്ന് പറയാം. You know, before my understanding was anything that is good, you claim it and you say, God, you will fulfill the desires of my heart, so I want to claim this verse over this situation. എന്തൊക്കെ കാര്യങ്ങൾ നല്ലതാണോ അത് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്യണം? അത് ക്ലെയിം ചെയ്ത് ഞാൻ സ്വായത്തമാക്കണം. Like a good opportunity to be a nurse in Australia. അത് ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സായിട്ട് പോകണമെന്നിരിക്കട്ടെ. You see the ad. പരസ്യം കണ്ടു, Immediately you claim it.
പെട്ടെന്ന് എന്ത് ചെയ്തു? പരസ്യത്തിന്മേൽ കൈവച്ച് അത് ക്ലെയിം ചെയ്തു. And when it does not happen is where the problem starts. പക്ഷേ വിചാരിച്ച പോലെ നടക്കാത്തപ്പോഴാണ് പ്രശ്നം. You know, it was the same for me. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. You can show the first picture, please. ആദ്യത്തെ പടം ഒന്ന് Now, കാണിക്കാം. this lady in the center, her name is Karen Lafferty. ആ 3 പേരിൽ നടുക്കലത്തെ ആ സഹോദരിയുടെ പേര് കാരൻ ലഫർട്ടി എന്നായിരുന്നു. And she has been my mentor and my leader for more than 15 years. ഏകദേശം 15 വർഷത്തോളം അതിലധികം എൻ്റെ മെന്ററും ലീഡറുമായിരുന്നു. And she is the one who wrote the song Seek Ye First the Kingdom of God. Seek ye first the kingdom of God എന്നുള്ള പാട്ട് എഴുതിയത് ആ സഹോദരിയാണ്. Now, I had nothing, no ambition in life. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം I used ഉണ്ടായിരുന്നു. to be a guitarist playing for youth camps, for youth groups, and that's all I could think of. യൂത്ത് ഗ്രൂപ്പ്സിലും യൂത്ത് ക്യാമ്പ്സിലും ഗിറ്റാർ അടിക്കുന്ന ഒരു ഗിറ്റാറിസ്റ്റ് മാത്രമായിരുന്നു. അതിനപ്പുറമുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. And one day she looks at me when I was in Bangalore and she said, "You have a great potential. I want you to come to America and I want you to get trained in music and missions." അപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ബെന്നി, നിനക്ക് നല്ല കഴിവുകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നീ അമേരിക്ക വന്ന് നിനക്ക് ഈ മ്യൂസിക് അത് കർത്താവിൻ്റെ വേലയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ചില പരിശീലനം ലഭിക്കാൻ വേണ്ടി നീ ഒന്ന് അമേരിക്ക വരെ വരണം. And long story short, I got my visa to the US, got trained, and I came back. എനിക്ക് ചുരുക്കി പറയാം, എനിക്ക് വിസ കിട്ടി, ഞാൻ അമേരിക്കയിൽ പോയി ഒരു ട്രെയിനിങ് എടുത്തു, തിരിച്ചു വന്നു. And in 2002, she told me, "Benny, we are going to run series of schools and I've seen you as a good potential and I want you to come and work with me at least for 5 years." അപ്പോൾ 2002 ഇതേ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നല്ല മിടുക്കനാണ്, നീ ഒരു 5 വർഷത്തേക്ക് അമേരിക്കയിൽ വന്ന് ഇതുപോലുള്ള ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി നീ എന്നെ സഹായിക്കണം, അതിന് ഞാൻ നിന്നെ സഹായിക്കാം, അതുകൊണ്ട് നീ അമേരിക്കയിൽ 5 വർഷത്തേക്ക് വരണം. And I said, "Praise the Lord, I know this is God's will for my life," and I claimed it. ഇത് കേട്ടപ്പോൾ ഇത് ദൈവഹിതം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? അതങ്ങ് ക്ലെയിം ചെയ്യാൻ തുടങ്ങി. I didn't even need to check with God because I know this is God's will. കാര്യം എനിക്ക് ദൈവത്തോട് പോയി ഇത് ഉള്ളതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല, എനിക്ക് അറിയാമായിരുന്നു അത് ദൈവഹിതമാണ്. Because everything is so positive about this call. കാര്യം ഈ വിളിയെക്കുറിച്ച് എല്ലാം പോസിറ്റീവാണ്. Everything, if I look at this information, a call to come to America has been only positive. ഈ കിട്ടിയിരിക്കുന്ന വിവരങ്ങളും അങ്ങോട്ടുള്ള ക്ഷണവും ഇതെല്ലാം വളരെ പോസിറ്റീവാണ്. Not one negative thing. അതിനകത്ത് നെഗറ്റീവായിട്ട് ഒന്നുമില്ല. And I started to pray and praise and rejoice. ഞാൻ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കാനും സന്തോഷിക്കാനും തുടങ്ങി. And during that time my brother decided to get married. ആ സമയത്ത് എൻ്റെ അനിയൻ അവൻ കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. And he ended up using me as the excuse to get married super fast, saying that Benny is not going to be there for 5 years, so I have to get married. അവന് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി അവനൊരു അടവിറക്കി, നേട്ട ചേട്ടച്ചാരി ഇനി 5 വർഷത്തേക്ക് അമേരിക്കയിൽ പോയാൽ കാണത്തില്ലല്ലോ, അതുകൊണ്ട് അതിനുമുമ്പ് എൻ്റെ കല്യാണം നടക്കണം. So around July 2002 I applied for my US visa. 2002 ജൂലൈ മാസം ഞാൻ അമേരിക്കയിൽ 5 വർഷത്തേക്ക് പോകാനുള്ള വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. Now when I first went to America in 1999, I didn't even have a bank account. 99 ഞാൻ ആദ്യം അമേരിക്കയിൽ പോകുമ്പോൾ അന്ന് എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് കൂടി ഇല്ലായിരുന്നു. One of the requirements is 6 months bank statement. അന്ന് ആ വിസയ്ക്ക് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. I don't even have an account. പക്ഷെ അന്ന് എനിക്കൊരു അക്കൗണ്ട് പോലും ഇല്ല ബാങ്കിൽ. But God granted me the visa. പക്ഷെ ദൈവം എനിക്ക് വിസ തന്നു. Now I have a strong case. ഇപ്പോൾ എനിക്ക് 5 വർഷത്തേക്ക് പോകാൻ ഒരു സ്ട്രോങ് കേസ് ആണത്. Because I've gone and come back ഒരു വട്ടം faithfully. ഞാൻ പോയി വിശ്വസ്തമായിട്ട് തിരിച്ചു വന്ന I have a bank account. എനിക്കിപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. I have a strong letter from the leader. എനിക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് നല്ലൊരു എഴുത്ത് എൻ്റെ കയ്യിലുണ്ട്, ക്ഷണക്കത്തുണ്ട്. And deep inside I'm 100% sure that this is the will of God. ഇനി ഉള്ളിൽ എനിക്ക് 100% ഉറപ്പാണ് ഇത് ദൈവഹിതം തന്നെ. But when I applied, they rejected my visa. പക്ഷേ 5 വർഷത്തേക്ക് വിസ അപ്ലൈ ചെയ്തപ്പം അവരതങ്ങ് നിരാകരിച്ചു. I went back home and I knelt down and I prayed. ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. I said, "Lord Jesus, കർത്താവായ യേശുവേ, please forgive the American embassy അമേരിക്കൻ എംബസിയോട് അങ്ങ് ക്ഷമിക്കണമേ, for not understanding your will for my life. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം അവർക്ക് മനസ്സിലാകാത്തതിന് അവരോട് ക്ഷമിക്കണമേ. Please give them a second chance അവർക്കൊരു 2ാം തവണ കൂടെ കൊടുക്കണമേ. to do the right thing." ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒരു അവസരം കൂടെ നീ കൊടുക്കണം. And September I went and applied again. സെപ്റ്റംബറിൽ വീണ്ടും അമേരിക്കൻ എംബസിയിൽ പോയി അപ്ലൈ ചെയ്തു. They rejected my visa. അവരതും നിരാകരിച്ചു. I was completely broken. അപ്പം ഞാൻ ശരിക്കും തകർന്നുപോയി. I did not have a future. എനിക്കിനി ഒരു ഭാവിയില്ല. Because everything I put into this American dream. കാര്യം എൻ്റെ മുഴുവനും ഞാൻ ഈ അമേരിക്കൻ സ്വപ്നത്തിൽ അങ്ങായിപ്പോയി.
And the world came to know that I was going to America because of my brother's wedding. എൻ്റെ അനിയൻ കയറി കെട്ടിയത് കാരണം ലോകം മൊത്തം അറിഞ്ഞു ഞാൻ ഇനി അടുത്ത 5 വർഷത്തേക്ക് അമേരിക്ക പോവാണ്. Everyone asked the question, why you're getting so fast? He used me as the example. കാര്യം അവനോട് നീ എന്തിനാ ഇപ്പോഴും ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിക്കുന്ന? അത് ചേട്ടൻ ഇനി 5 കൊല്ലത്തേക്ക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ I കല്യാണം was so upset with God. ഞാൻ ദൈവത്തോട് വളരെ അപ്സെറ്റായി. And I was heartbroken. എൻ്റെ ഹൃദയം തകർന്നു. I could not even go to church on Sunday because people are expecting me to come back after 5 years. എനിക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വയ്യ. കാര്യം അവിടെ ചെന്ന് അവരിനി 5 വർഷം കഴിഞ്ഞ് എന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ പോയിന്ന് അവർ ആയിരിക്കും. It was very, very humiliating. അത് വളരെ എന്നെ വല്ലാണ്ടൊരു അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയായി. So after shouting, crying, reasoning with God, ദൈവത്തോട് തർക്കിച്ചും വാദിച്ചും കരഞ്ഞും ഒക്കെ കഴിഞ്ഞപ്പം then I said, God, please tell me what is your will. അവസാനം ഞാൻ ചോദിച്ചു, കർത്താവേ നിന്റെ ഹിതം എന്താണ്? Now, why do we need to go through crisis to know the will of God? ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ട് പിന്നെ ഓടി വന്നിട്ട് എന്തിനാണ് ഈ ദൈവത്തോട് ഈ ഹിതം ചോദിക്കുന്നത്? See, many times we have our preconceived ideas and we want the stamp of approval from God. നമ്മളെക്കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ദൈവം ഒന്ന് അംഗീകരിച്ച് തരണമെന്ന് മാത്രമേ നമുക്കുള്ളൂ. And sometimes we try to even manipulate by saying, God, I've given so much money for missions, which means you are on my side, so you will say yes to everything I say. ഞാൻ ഒത്തിരി പണമൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും നീ യെസ് പറയുമെന്നൊരു തെറ്റായ ധാരണയും നമുക്കുണ്ട്. So in that broken state, I asked the Lord, what is your will for my അങ്ങനെ life? തകർന്ന ഒരു അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്നെക്കുറിച്ച് ശരിക്കുള്ള അങ്ങയുടെ ഹിതം എന്താണ്? I said, God, I thought that your will is for me to go to America. കർത്താവെ ഞാൻ ചിന്തിച്ചു നിന്റെ ഹിതം എന്നെക്കുറിച്ചുള്ളത് അമേരിക്ക പോകാനാണെന്ന്. But the Lord said, Benny, my plans for you is not just one nation, but to every nation. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, മോനെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശം ഒരു രാജ്യത്ത് പോകുന്നതല്ല, അനേക രാജ്യങ്ങളിൽ പോകുന്നതാണ്. You know, the context behind this psalm, ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ, is David is asking this age-old question, why do righteous people suffer and wicked people prosper? ഈ ദുഷ്ടൻ തഴച്ചു വളരുന്നു, പക്ഷേ നീതിമാന്മാർ കഷ്ടപ്പെടുന്നു. ഇതെന്താണ് ദൈവമേ എന്നുള്ള സ്ഥിരം ചോദ്യമാണ് ഇവിടെ ദാവീദും ചോദിക്കുന്നത്. People cheat, people backstab, and yet they are successful. മനുഷ്യർ വഞ്ചിക്കുന്നു, എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും ചെയ്യുന്നു, അവർക്ക് ഒരു കുഴപ്പവുമില്ല. You want to do the right thing and your papers have not even gone forward. നിങ്ങൾക്ക് ശരിയായ കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കടലാസ് മുന്നോട്ട് നീങ്ങുന്നില്ല. Is it fair? ഇത് ശരിയാണോ കർത്താവ്? So that is the question that David has. അതാണ് ദാവീദ് അവിടെ ചോദിക്കുന്ന ചോദ്യം. In the midst of those questions, he writes this, take delight in the Lord and he will fulfill the desires of your heart. ഈ ചോദ്യങ്ങൾക്കിടയിലാണ് യഹോവയിൽ രസിച്ചുകൊള്ളുക, എങ്കിൽ അവൻ നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. See, we don't understand the starting point, that is take delight in the Lord. അവിടെ ഈ യഹോവയിൽ രസിക്കണം എന്നുള്ളതിന്റെ തുടക്കം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. But we like the second part, that he will fulfill the desires of your heart. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും, അത് മാത്രം നമുക്കറിയാം. So straight away we go and claim the verse that we understand. നമുക്ക് മനസ്സിലായ ആ വാക്യം എടുത്തുകൊണ്ട് പോയി നമ്മൾ അങ്ങ് ക്ലെയിം ചെയ്യാൻ തുടങ്ങും. We understand that because we like it. അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. But what does the word delight mean? അവിടെ രസിക്കുക എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം എന്താണ്? Now the Hebrew word for delight is anag. എബ്രായ ഭാഷയിൽ ഡിലൈറ്റ് അല്ലെങ്കിൽ രസിക്കുക എന്നുള്ളതിന് അനാഗ് എന്നൊരു വാക്കാണ്. And it means to be soft or delicate or explicit joy. To be soft. Soft. വളരെ സോഫ്റ്റ്, മനസ്സിലായല്ലോ. ഡെലിക്കേറ്റ്, അത് മനസ്സിലായല്ലോ. പിന്നെ എക്സ്ക്യൂസിറ്റ് പ്ലഷർ, അത് മനസ്സിലായി. ഇനി ആർക്കെങ്കിലും മനസ്സിലായി ഇത് കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഡിക്ഷണറി ചോദിച്ച് പറഞ്ഞുതരാം. See, most of the times we look at the blessings and that defines our joy in the Lord. പലപ്പോഴും അവൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ട് അതാണ് എനിക്ക് അവനിൽ രസിക്കുവാനുള്ള കാരണമാക്കിയെടുക്കുന്നത്. You know, if your daughter gets a medical seat, that becomes your delight in the Lord. നിങ്ങളുടെ മോക്ക് MBBS അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ അങ്ങ് യഹോവയിൽ അങ്ങ് രസിക്കാൻ തുടങ്ങും. If your husband gets a promotion, that becomes your delight in the Lord. ഹസ്ബൻഡിന് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ ദൈവത്തിൽ നിങ്ങൾ രസിക്കാൻ തുടങ്ങും. But the word delight is actually in the source and not the blessings. അവിടെ ഡിലൈറ്റ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ഉറവിടത്തിലാണ്, അല്ല അനുഗ്രഹത്തിലല്ല. So if someone says I delight myself in the Lord, ഞാൻ യഹോവയിൽ രസിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, it means to discover the joy in him being the source of it.
ദൈവം എൻ്റെ ഉറവിടം എന്നറിഞ്ഞ അവനിൽ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് ആ രസം എന്ന് നമ്മൾ പറയുന്നത്. Delight comes before desire. ഡിലൈറ്റ് ഡിസയറിന് മുമ്പ് വരുന്നു. But most of the time, when our desires are met, the result is we praise and we delight in God. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിൽ രസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. But delight comes before desire. പക്ഷെ ആഗ്രഹങ്ങൾക്ക് മുമ്പേ ഈ ദൈവത്തിൽ രസിക്കുക എന്നുള്ളത് ആദ്യം വരണം. You see, when our joy is grounded in Yahweh, നമ്മുടെ സന്തോഷം ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ then He shapes our desires. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ രൂപപ്പെടുത്തിയെടുക്കും. See, there's a difference here. ഇവിടെ ഒരു വ്യത്യാസമുണ്ടെന്ന് We മനസ്സിലാക്കുക. don't come with preconceived ideas. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ചിന്തകളോടെ അല്ല വരുന്നത്. When our joy is grounded in Yahweh, നമ്മുടെ സന്തോഷം ദൈവത്തിൽ മാത്രമായിരിക്കുമ്പോൾ then He shapes our desires. അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ രൂപപ്പെടുത്തി തരും. Now, He says He will give you the desires of your heart. നിന്റെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും എന്നാണ് പറയുന്നത്. Now, the word give, തരിക എന്നുള്ള വാക്ക് it is more than just granting. അത് അനുവദിച്ചു തരിക എന്നുള്ള വാക്കിൽ നിന്ന് വ്യത്യസ്തമാണ് തരിക എന്നുള്ളത്. You know, there are two interpretations in Hebrew connotation of this word. ഈ വാക്ക് ഹീബ്രുവിൽ രണ്ട് തരം അർത്ഥങ്ങൾ എടുക്കാം. First one is your heart's desires are granted by God. ഒന്ന്, നിന്റെ ആഗ്രഹങ്ങൾ ദൈവം അനുവദിച്ചു തരുന്നു. That is understandable. അത് നമുക്ക് മനസ്സിലായി. But the second interpretation is രണ്ടാമത്തെ വ്യാഖ്യാനം, the desires themselves are given by God. ആഗ്രഹങ്ങൾ തന്നെ ദൈവത്താൽ തന്നതാണ്. Which means He shapes it what your heart's desire. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹിക്കേണ്ടത് പോലും ദൈവം നിങ്ങൾക്കത് കാണിച്ചു So തരും. those desires, the birthing itself is from God. കാരണം എൻ്റെ ഉള്ളിൽ അത് ഉളവായത് തന്നെ ദൈവത്താലാണ്. The desires themselves are given by God. ആ ആഗ്രഹങ്ങൾ തന്നത് തന്നെ ദൈവമാണ്. And when that desire is from God, He will shape it. ആ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാകൊണ്ട് അവൻ തന്നെ അതിനെ രൂപപ്പെടുത്തി തരും. So it is important for us to understand what it means to take delight in the Lord. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് യഹോവയിൽ രസിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Now, if we have to expand this verse for us to understand and read it again, ഈ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വിപുലമാക്കി മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ it will be like this. ഇങ്ങനെയായിരിക്കും. Seek your exquisite joy in Yahweh Himself, ദൈവത്തിൽ മാത്രം നിങ്ങളുടെ സന്തോഷം ആയിരിക്കട്ടെ, and He will place within you നിങ്ങളുടെ ഉള്ളിൽ അവൻ നിക്ഷേപിക്കും and fulfill the desires that emerge from your innermost being. നിങ്ങളുടെ ഉള്ളിൽ അവൻ തരുന്ന ആ ആഗ്രഹങ്ങൾ അവൻ തന്നെ നിറവേറ്റി തരികയും ചെയ്യും. When you seek your exquisite joy in Yahweh Himself, നിങ്ങളുടെ ആ പൂർണ്ണ സന്തോഷം ദൈവത്തിൽ മാത്രമായിരിക്കുന്നുവെങ്കിൽ മാത്രം, and He will place within you and fulfill those desires. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ അവൻ തന്നെ വെക്കുകയും ആ ആഗ്രഹങ്ങളെ അവൻ തന്നെ നിറവേറ്റി തരികയും ചെയ്യും. See, many times we are tempted to delight in the world. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലാണ് സന്തോഷിക്കുവാനും രസിക്കുവാനും ശ്രമിക്കാറ്. You buy a new sari for a wedding. കല്യാണത്തിന് ഒരു പുതിയ സാരി മേടിക്കുന്നു. Now it is not your wedding, somebody else's wedding. അത് നിങ്ങളുടെ കല്യാണം അല്ലാന്ന് ഓർക്കണം, വല്ലവരുടെയും കല്യാണത്തിന് നിങ്ങളാണ് സാരി മേടിക്കുന്നത്. Then you come back home after the wedding, കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നിട്ട് complain to your husband that nobody noticed your sari. എന്നിട്ട് ഭർത്താവിനോട് പറയാം, ആരും എൻ്റെ സാരി കൊള്ളാമെന്ന് ആരും പറഞ്ഞുമില്ല, നോക്കി പോലുമില്ല. But somebody else's wedding. അത് വല്ലവരുടെയും കല്യാണമല്ലേ, You are not the star. നിങ്ങളല്ലല്ലോ അവിടെ താരം. But we get disappointed. നിരാശയായി. Because our joy is based on how people positively look at us. അവിടെ നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം മറ്റുള്ളവരെങ്ങനെ പോസിറ്റീവായി എന്നെ കാണുന്നു എന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം. One thing that the world lacks today in this 21st century is contentment. 21ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിൽ ഇല്ലാതെ പോയിരിക്കുന്ന ഒരു കാര്യം തൃപ്തിയാണ്. Just the advertisements itself is scary. നമ്മുടെ ചുറ്റുമുള്ള പരസ്യങ്ങൾ തന്നെ ഭയാനകമാണ്. You would have bought a new car. ഒരു പുതിയ കാർ നിങ്ങൾ മേടിച്ചു. You can't even enjoy for 24 hours. അത് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ്. The way the social media algorithms work. ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം ഇപ്പം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. By the time you come back home, നിങ്ങൾ ആ കാർ മേടിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും it is giving you new ideas. പുതിയ ആശയങ്ങൾ തരികയാണ്. A new car that is going to be launched in the next month. അടുത്ത മാസം ഇതിന്റെ അടുത്ത മോഡൽ വരുന്നുണ്ട്. And that has better mileage, ഇതിനെക്കാട്ടിലും നല്ല മൈലേജ്, more boot space, പുറകിൽ ഒത്തിരി സ്ഥലം ഇതിനെക്കാട്ടിലും,
better safety rating. പിന്നെ സേഫ്റ്റിയിലാണെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആണ് Now റേറ്റിംഗ്. you are sitting there within 24 hours saying, I should have waited for one more month. കാർ മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഇപ്പം താടി കൈയും കൊടുത്തിട്ട് ഒരു മാസം കൂടെ കാത്തിരുന്നെങ്കിൽ ആ മോഡൽ We മേടിക്കായിരുന്നു. will never be satisfied. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തൃപ്തി ഒരിക്കലും ലഭിക്കുകയില്ല. More than ever, this time it is just so difficult to know what is the best thing to buy. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് മേടിക്കേണ്ട നല്ല സംഗതി എന്ന് പോലും നമുക്കൊന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Because when we delight ourselves in the world molds our desires. നമ്മൾ ഈ ലോകത്തിൽ രസിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഈ ലോകം അങ്ങോട്ട് ഷേപ്പ് ചെയ്യാൻ തുടങ്ങും. But God calls us to yield ourselves to Him. പക്ഷെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവനിലേക്ക് വലിഞ്ഞ് അവനിൽ പ്രസാദിക്കാനാണ്. To be soft and delicate in His hands. അവൻ്റെ കയ്യിൽ ഇണങ്ങിയ പോലെ ഇരിക്കുക, Like a clay. മയപ്പെട്ടിരിക്കുക, ഒരു കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ. So He can shape us into His image. കാര്യം അവൻ്റെ രൂപത്തിലേക്ക് നമ്മളെ അവന് വാർത്തെടുക്കാൻ കഴിയും. Is your life soft and delicate in His hands? അവൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതം വളരെ സോഫ്റ്റായിട്ട്, ദൈവത്തിൻ്റെ കയ്യിൽ സോഫ്റ്റായിട്ടും ഡെലിക്കേറ്റ് ആയിട്ടും ആണോ നമ്മളിരിക്കുന്നത്? If you come up with your own ideas and preconceived ideas, how can you be soft? നമ്മൾ മുന്നമേ ചിന്തിച്ചു വെച്ചിരിക്കുന്നതും നമ്മുടേതായ ചിന്തകളുമായിട്ട് വന്നാൽ അതിനെ എങ്ങനെ സോഫ്റ്റ് എന്ന് പറയാൻ പറ്റും? What education your children should study? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾ നേരത്തെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. What kind of occupation should they take up? അവരെന്ത് ജോലി എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. Just because you had 3 doctors in the family doesn't mean you need one more doctor. നിങ്ങളുടെ കുടുംബത്തിൽ ഓൾറെഡി 3 ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്തൊരു ഡോക്ടറും കൂടെ വേണമെന്നില്ല. There are so many people with education and profession but no passion to work. ഇന്ന് ഒത്തിരി പേർക്ക് ഡിഗ്രിയൊക്കെ ഉണ്ട്, പക്ഷേ ജോലി ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ടെന്ന്. Just imagine you go for a surgery. നിങ്ങളൊരു സർജറിക്ക് പോകുന്നിരിക്കട്ടെ. And just before the surgery the doctor says, സർജറിക്ക് മുമ്പ് ഡോക്ടർ ഇങ്ങനെ പറയാണ്, I never wanted to be a doctor. എനിക്ക് ഒരിക്കലും ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമില്ല. But my parents forced me. എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധിച്ച്, Anyway, I am a doctor now, let me operate on you. എന്തായാലും ഞാനൊരു ഡോക്ടർ ആയിപ്പോയി, എന്തായാലും ഞാൻ നിന്നെ ഒന്ന് സർജറി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ Every strike of the doctor you have doubt. കാര്യം ആ ഡോക്ടർ പിന്നെ ചെയ്യുന്ന എല്ലാം നിങ്ങളൊരു സംശയത്തോടു കൂടിയേ നോക്കുകയുള്ളൂ. Because you see, there is no passion. കാര്യം അയാൾ ഡോക്ടർ ആയത് അയാൾക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടായിട്ടല്ല. Many times that's what we do is we already plan everything about our children. ഇത് തന്നെയാണ് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് ഉറച്ച് ആഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. The only time we seek for His will is when they failed all your expectations. കാര്യം നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അവർ തെറ്റിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത്. When Canada visa, UK visa and US visa is rejected, then you'll say, God, what is your will for my son? ഈ പറയുന്ന വിസ എല്ലാം റിജക്റ്റ് ചെയ്യുമ്പം അയ്യോ എൻ്റെ മോനെക്കുറിച്ച് ദൈവമേ നിന്റെ ഉദ്ദേശം എന്താണെന്ന് അപ്പം ചോദിക്കും. If they're completely useless, you'll say, God, I hand over my son into your hands, use him for the ministry. നിങ്ങളുടെ മക്കൾ ഒന്നിനും കൊള്ളാത്തവരായി തീരുമ്പം അപ്പം കൊണ്ടുവന്ന് കർത്താവേ അവനെ നിന്റെ കൈകളിലോട്ട് തരുന്നു, നിന്റെ വേലയ്ക്കായി നീ എടുത്ത് അവനെ ഉപയോഗിക്കണമേ. Even Infosys will not take such people. ഇൻഫോസിസിന് പോലും വേണ്ട. And we are trying to give that to God. ആർക്കും വേണ്ടാത്ത വേസ്റ്റ് എല്ലാം എടുത്ത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. Are you soft and delicate in the hands of the Lord? കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയിരിക്കുന്ന മൃദുലവും ലളിതവുമായ ഒരു പാത്രമാണോ നിങ്ങൾ? He wants to shape your life. നിങ്ങളുടെ ജീവിതത്തെ പരുവപ്പെടുത്തിയെടുക്കുവാൻ He ദൈവത്തിന് wants to ആഗ്രഹമുണ്ട്. shape your family. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പണിതെടുക്കുവാൻ ദൈവത്തിന് He ആഗ്രഹമുണ്ട്. wants to shape your future. നിങ്ങളുടെ ഭാവിയെ ഒന്ന് പരുവത്തിലാക്കി എടുക്കുവാൻ ദൈവത്തിന് He ആഗ്രഹമുണ്ട്. wants to shape your career. നിങ്ങളുടെ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന് He ആഗ്രഹമുണ്ട്. wants to shape your business. നിങ്ങളുടെ ബിസിനസ്സിനെ ഷേപ്പ് ചെയ്യാൻ അവന് താല്പര്യമുണ്ട്. But are you delicate in His hands? അവൻ്റെ കയ്യിൽ നിങ്ങൾ ഇണങ്ങിയിരിക്കുന്നുവോ? I want to share a few stories to close. ഞാൻ നിർത്തുന്നതിന് മുമ്പ് എൻ്റെ തന്നെ ചില കഥകൾ പറയാം. How when I surrendered my life and my future into the hands of God, how He shaped those desires. എൻ്റെ ജീവിതത്തെയും എൻ്റെ ഭാവിയെയും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എങ്ങനെ അവൻ എന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തു എന്നുള്ള കഥകൾ പറയാം. I never wanted to travel the world. ഈ ലോകമൊക്കെ സഞ്ചരിക്കാൻ ഒരിക്കലും എനിക്ക് ഇഷ്ടമില്ല. Because I knew that that was impossible. കാര്യം അത് നടക്കത്തില്ല എന്നറിയാമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. Now being a YWAM missionary, ഞാനൊരു വൈവാം മിഷണറി ആയിരുന്നുകൊണ്ട് I knew that we don't get a salary and we live by faith. കാര്യം വൈവാം എന്ന് പറഞ്ഞത് യൂത്ത് വിത്തൗട്ട് എനി മണി എന്നാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ആർക്കും ശമ്പളമില്ല, അതുകൊണ്ട് വരുമാനമില്ല. At least I am not that testimony. Yeah, but you see, you don't even know
where your toothpaste will come tomorrow. വൈവാമിൽ ആയിരിക്കുന്നവർക്കറിയാം അടുത്ത പേസ്റ്റ് മേടിക്കാനുള്ള പൈസ എവിടെ നിന്ന് വരുമെന്ന് അറിയത്തില്ല. Like one day I remember last portion of the toothpaste I finished. ഒരിക്കൽ ഞാൻ തേച്ചുകൊണ്ടിരുന്ന പേസ്റ്റിന് അവസാനത്തതും ഞെക്കിങ്ങെടുത്തു. And I'm telling God, I don't have money for toothpaste tomorrow. നാളത്തേക്ക് പല്ല് തേക്കാൻ പേസ്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല ദൈവമേ എന്ന് ഞാൻ പറഞ്ഞു. And with a stinky mouth, how will I share the gospel? ഈ വായ്നാറ്റത്തോടു കൂടി ഞാൻ എങ്ങനെ പോയി സുവിശേഷം പറയുന്ന ആളെ? So I prayed and I slept. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. Next day morning at 6 o'clock there was a knock on my door. രാവിലെ 6 മണിക്ക് എൻ്റെ കതവിന് ഒരു മുട്ട്. And there was this girl called Caroline, and she just said, God told me to give you this toothpaste. I don't know why. And she gave it and she left. വാതിൽക്കൽ കാരലിൻ എന്നൊരു പെൺകുട്ടി നിന്നിട്ട് പറയാം, ദൈവം എന്നോട് നിനക്ക് ഈ ടൂത്ത് പേസ്റ്റ് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റ് തന്നിട്ട് അവൾ പോയി. See, you're learning to manage toothpaste and God is telling, I will take you to every country. അപ്പം എനിക്കൊരു ടൂത്ത് പേസ്റ്റ് വേണമെന്ന് അറിഞ്ഞ് ദൈവം അത് കൊണ്ട് തന്നെങ്കിൽ എന്നെ പലയിടത്ത് രാജ്യങ്ങളിലേക്ക് അയക്കുമെന്നുള്ളതും അവൻ ചെയ്തോളൂ. So it was never my desire to travel the world. അപ്പം ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമേ അല്ലായിരുന്നു. So as I was spending time with Jesus, അങ്ങനെ ഞാൻ കർത്താവിനോടൊപ്പം സമയം in the ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ broken situation I told you, ഞാൻ നേരത്തെ പറഞ്ഞ ആ തകർന്നു പോയ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തെ ഞാൻ അന്വേഷിച്ച് കൂടെ ഇരിക്കുകയാണ്. Jesus told me from Psalm 2 verse 8. 2-ാം സങ്കീർത്തനം 8-ാം വാക്യം കർത്താവ് ആ വാക്യത്തിലൂടെ എന്നോട് സംസാരിച്ചു. സങ്കീർത്തനം 2:8. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. Ask of me and I will give you the nations as your inheritance. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ രാജ്യങ്ങളെ അവകാശമായി നിനക്ക് തരും. I am struggling for toothpaste. ഞാനിവിടെ ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ വഴിയില്ല. And God is telling me, ask of me and I will give you the nations as your inheritance. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ എന്നോട് ചോദിക്കും, ഞാൻ ജാതികളെ രാജ്യങ്ങളെ നിനക്ക് അവകാശമായി തരും. And the uttermost parts of the earth as your possession. അത് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുമെന്നാണ്. And in my case, it was literally uttermost part. എന്നെ സംബന്ധിച്ചോളം ഭൂമിയുടെ അറ്റം ശരിക്കും അറ്റമായിരുന്നു. You will read it in the book. അത് ആ ബുക്ക് മേടിച്ച് വായിക്കുമ്പോൾ One of the places where I had to go to the uttermost part was a country called Pitcairn Island. പിറ്റ്കാൻ ഐലൻഡ് എന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ഒരറ്റം. Even if you are a geography teacher, you would not know where is Pitcairn ഉറപ്പാണ്, Island. നിങ്ങൾ ജോഗ്രഫി ടീച്ചർ ആണെങ്കിൽ ഇങ്ങനെ ഒരു രാജ്യമുള്ള കാര്യം നിങ്ങൾക്ക് പോലും അറിയത്തില്ലായിരിക്കും. From the nearest airport, it takes 2 days by boat. അതിനടുത്ത എയർപോർട്ടിൽ നിന്ന് 2 ദിവസം ബോട്ടിൽ പോയാലേ ആ ഐലൻഡിൽ ചെന്നെത്താൻ പറ്റും. But there's only once in 3 months the boat. അത് ഈ ബോട്ട് 3 മാസം കൂടുമ്പോഴേ ഒരിക്കലേ ഈ ബോട്ട് വരത്തുള്ളൂ. So very few people have been there. അതുകൊണ്ട് ആ പറഞ്ഞ ഐലൻഡിൽ വളരെ ചുരുക്കം പേരെ പോകാറുള്ളൂ. And Jesus told me, ends of the earth, and that is where he told me to go. അപ്പം ഈ ഭൂമിയുടെ അറ്റത്തോളം പോകാനല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. I went to Antarctica. ഞാൻ അന്റാർട്ടിക്കയിൽ പോയിട്ടുണ്ട്. It took me 69 hours of flying time from India to Antarctica and back. ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി വരാൻ 69 മണിക്കൂർ ഞാൻ വിമാനത്തിൽ പറന്നു. This is without the layovers. ഇത് ഒരുപാട് ലേ ഓവേഴ്സ് ഇല്ലാതാണ് ഈ If you പറഞ്ഞത്. add layovers, it's a week. അത് അതിനിടയ്ക്ക് ഉള്ള സമയങ്ങളെടുത്താൽ ഏകദേശം ഒരാഴ്ച എടുത്തു പോയി വരാം. But you see, the desire was put by God. പക്ഷേ ഈ ആഗ്രഹം ദൈവമാണ് എൻ്റെ ഉള്ളിൽ തന്നത്. And no wonder he fulfilled it. അതുകൊണ്ട് അതിശയമില്ല, ദൈവം അതങ്ങ് നിവർത്തിക്കുകയും You ചെയ്തു. can show the world map on the screen, please. നിങ്ങൾക്ക് അടുത്ത മാപ്പ്, വേൾഡ് മാപ്പ് കാണാം. Now you can see that map, and this is how I traveled to 257 countries. ഇതാണ് ലോകത്തിന്റെ ഭൂപടം. ഇതിൽ 257 രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. And this is my passport here. കണ്ടോ, ഞാൻ ഈ കാണിക്കുന്നതാണ് എൻ്റെ പാസ്പോർട്ട്. എല്ലാം കൂടെ 1 കിലോ ഉണ്ട് പാസ്പോർട്ട്. So there is 16 books inside. എൻ്റെ പാസ്പോർട്ട് 16 പുസ്തകം ചേർന്നതാണ് എൻ്റെ പാസ്പോർട്ട്. And you see, my first passport I had 2 rejected stamps. എൻ്റെ ആദ്യത്തെ പാസ്പോർട്ടിൽ 2 വിസ റിജക്ഷൻ ഉണ്ട്. And Indian passport. അത് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഈ 16. I'm saying, God, the vision is good, but the passport is the wrong one. ഞാൻ പറഞ്ഞു, ദൈവമേ, നീ തരുന്ന വിഷൻ കൊള്ളാം, ദർശനം കൊള്ളാം, പക്ഷേ എൻ്റെ പാസ്പോർട്ട് തെറ്റായ പാസ്പോർട്ട്. കാര്യം ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടാണ്. When I started to travel, our passport was very bad. I needed a visa to go to Sri Lanka. നമ്മുടെ രീതി അനുസരിച്ച് അന്ന് ശ്രീലങ്കയിൽ പോകാൻ പോലും ഒരു വിസ വേണമായിരുന്നു. But God said, I'll take you to every country. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അനേക രാജ്യങ്ങൾ കൊണ്ടുപോകും. And you know what? The amazing part is, every country I went, I paid my own tickets. ഇനി ഏതൊക്കെ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് I പോയതാണ്. never asked for money and I never borrowed money. ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടുമില്ല, ആരോടും പൈസ കടം മേടിച്ചിട്ടുമില്ല. I don't have a job. എനിക്ക് ജോലിയില്ല.
And yet I travel to every country in the world. ഈ ജോലിയില്ലാത്ത ഞാൻ മുഴുവൻ രാജ്യങ്ങളിലേക്ക് ഞാൻ പോയി. I was speaking at IIT Delhi, and one of the professors says, how can this be possible? You have no salary, no job, and you have no debts, and you travel to every country. ഡൽഹി IIT-യിൽ ഒരു പ്രൊഫസർ ചോദിച്ചു, നിനക്ക് ജോലിയില്ല, നിനക്ക് ശമ്പളമില്ല, പക്ഷേ നിനക്ക് കടവുമില്ല, ഇതെങ്ങനെ സാധിച്ചു എന്ന് ആ പ്രൊഫസർ എന്നോട് ചോദിച്ചു. You see, when his desires becomes yours, he will shape it and he will provide. അവൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളെ ആഗ്രഹങ്ങളാകുമ്പോൾ ആ ആഗ്രഹങ്ങളെ അവൻ ഷേപ്പ് ചെയ്ത് അവൻ അത് പൂർത്തീകരിക്കും. Don't come up with your ideas and saying, God, I claim these verses, let this desire be fulfilled. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഈ ആശയം, അതായത് ദൈവമേ ഇത് എൻ്റെ ആഗ്രഹമാണ്, ഇത് ഞാൻ ക്ലെയിം ചെയ്യുന്നു, ഇത് നിവർത്തിക്കണമേ എന്ന് പറയരുത്. I could travel the world only is because it was the will of God. ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നത് കൊണ്ട് മാത്രമാണ്. It was nothing to do with my prayer life. It was nothing to do with my strategies, nothing to do with my character. First of all, it was the will of God. അതെൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ എൻ്റെ സ്ട്രാറ്റജി കൊണ്ടോ എൻ്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട് മാത്രം അത് നിവർത്തിക്കപ്പെട്ടു. First of all, you need to learn to seek His will. അപ്പോൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ നാം താല്പര്യം. His will not change just because you fasted for 21 days. നിങ്ങൾ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ഒന്നും മാറത്തില്ല. Just because you gave up chocolate for 10 days doesn't mean that God will suddenly change His mind. നിങ്ങൾ 10 ദിവസം ചോക്ലേറ്റ് തിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്റെ ഹിതം മാറ്റിമറിക്കത്തൊന്നുമില്ല. Bible says God is not a man that he lies, nor a son of man who changes his mind. ദൈവ വചനത്തിൽ പറയുന്നു, ആ കള്ളം പറയാൻ അവൻ മനുഷ്യപുത്രനല്ല, അവൻ ഇങ്ങനെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുവാനും അവൻ മനുഷ്യനല്ല. Let us take the first step of seeking His will in our lives. നമ്മുടെ ജീവിതത്തിൽ അവന്റെ ഹിതം അന്വേഷിക്കുന്നത് അത് ആദ്യമേ നമുക്ക് ചെയ്തു തുടങ്ങാം. And He will shape those desires. അങ്ങനെയെങ്കിൽ ആ ആഗ്രഹങ്ങളെ അവൻ ഷേപ്പ് ചെയ്തെടുക്കും. You know, I thought I would only be playing for youth groups and youth meetings. ഞാൻ യുവജന മീറ്റിങ്ങുകളിലും ക്യാമ്പുകളിലും മറ്റും ഇങ്ങനെ ഗിറ്റാർ അടിച്ചിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. I can't sing. എനിക്ക് പാടാൻ കഴിവില്ല. I just play the guitar. ഞാൻ ഗിറ്റാർ അടിക്കും. And one day, you know, but I would practice very, very hard. പക്ഷേ ഞാൻ ഈ ഗിറ്റാർ അടിക്കുമെന്ന് പറഞ്ഞാലും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യും. I used to spend about 7 to 8 hours every day practicing my ഒരു guitar. ദിവസം 7-8 മണിക്കൂർ ഞാൻ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്യും. People will say, for youth group, for this, why are you spending so much time practicing? ഈ യൂത്ത് ഗ്രൂപ്പിലൊക്കെ ഗിറ്റാർ അടിക്കാൻ വേണ്ടി ഇത്രയും പ്രാക്ടീസ് എന്തിനാണെന്ന് അന്ന് എല്ലാവരും എന്നോട് ചോദിക്കും. For church worship, don't have to practice so much. ചർച്ച് വർഷിപ്പിനാണെങ്കിൽ പ്രാക്ടീസേ വേണ്ട. If you have to play for some pub or club or some event, oh, we practice a lot. വല്ല ബാറിലോ പബ്ബിലോ പോയി വല്ല പ്രോഗ്രാമിന് ഗിറ്റാർ അടിക്കാൻ അതിനൊത്തിരി പ്രാക്ടീസ് വേണം. Don't you think our King of Kings and Lord of Lords deserve the best from us? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജാതി രാജാവിനെ ആരാധിക്കുവാൻ ഏറ്റവും നമ്മുടെ നല്ലത് നമ്മൾ കൊടുക്കണ്ടേ? So I used to practice a lot. ഞാൻ അതുകൊണ്ട് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. And one day the word of the Lord came to me. ഒരു ദിവസം ദൈവശബ്ദം ഞാൻ കേട്ടു. Proverbs 22 verse 29. സദൃശവാക്യം 22:29. സദൃശവാക്യം 22:29. പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കേയില്ല. Do you see a person skilled in his work? പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള ഒരു മനുഷ്യനെ നീ കാണുന്നുവോ? He will stand before kings. He will not stand before obscure people. അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, പക്ഷേ നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. If you are really skilled in your work, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സാമർത്ഥ്യത്തോടെ അത് you will not ചെയ്യുന്നവനാണെങ്കിൽ just be sitting there. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയില്ല. God will surely open the doors. ദൈവം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. But I did not know in what way can I play in front of a king or a president. ഒരു പ്രസിഡന്റിന്റെയോ ഒരു രാജാവിന്റെ മുമ്പിലൊക്കെ ചെന്ന് ഈ ഗിറ്റാറൊക്കെ കളിക്കുക അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. My entire audience was the youths in the church. പക്ഷേ എൻ്റെ സഭയിലെ ചെറുപ്പക്കാരാണ് എപ്പോഴും എൻ്റെ മുമ്പിലുള്ള ഓഡിയൻസ്. But suddenly God puts this word and the desire. പെട്ടെന്ന് ഈ വചനം എനിക്ക് ദൈവം തരികയും ഒരാഗ്രഹമായിട്ടും അത് തന്നു. I'll make you stand in front of kings and presidents. ഞാൻ നിന്നെ രാജാക്കന്മാരുടെ മുമ്പിലും പ്രസിഡന്റുമാരുടെ മുമ്പിൽ നിർത്തും എന്നൊരു വാക്കാണ് എനിക്ക് കിട്ടിയത്. 2003 I was in Singapore. 2003 ഞാൻ സിംഗപ്പൂരിൽ ചെന്നു. It was for a YWAM conference. അവിടെ YWAMന്റെ ഒരു കോൺഫറൻസിനാണ് ഞാൻ പോയത്. Now nobody knew me. ആർക്കും എന്നെ അറിയില്ല അന്ന്. And I just ministered. ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷിച്ചു. A person, a total stranger, came to me and said,
I really love the way you play the guitar. അപ്പം അപരിചിതനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഗിറ്റാർ വായിച്ച രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. And in a few days we have an event where the president of Singapore is coming. എന്നിട്ട് പറഞ്ഞു, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പരിപാടിയുണ്ട്, അത് സിംഗപ്പൂരിലെ പ്രസിഡന്റ് വരുന്ന പരിപാടിയാണ്. And are you interested in performing for the president? ആ പരിപാടിക്ക് വന്ന് ഗിറ്റാർ കളിക്കാൻ നിനക്കൊന്ന് പറ്റുമോ? I was amazed. ഞാൻ അതിശയിച്ചു പോയി. I said I would love to. അയ്യോ, എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. And I was reminded of scriptures. പെട്ടെന്ന് ഈ വാക്യം എനിക്ക് ഓർമ്മ വന്നു. So when I went to perform, അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിന് ചെന്നപ്പോൾ I wanted to take a picture with the എനിക്ക് ആ president. പ്രസിഡന്റിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. Because when people ask me, I can show the photograph as a proof. അപ്പം നാട്ടിൽ വന്ന ആൾക്കാർ ചോദിക്കും, എനിക്ക് പറയണ്ടേ, ഞാൻ സിംഗപ്പൂർ പ്രസിഡന്റ് കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു എന്നൊരു ഫോട്ടോ കാണിക്കണ്ടേ? I could see the president, എനിക്ക് ഞാൻ പ്രസിഡന്റിനെ കണ്ടു, but there was no way I can take a photo ചെന്നൊരു ഫോട്ടോ എടുക്കാൻ ഒരു സാഹചര്യമില്ല. because there's a big gap between him and me. അദ്ദേഹത്തിന് എനിക്കിടയ്ക്ക് ഒരു വലിയ വിടവുണ്ടായിരുന്നു. And if I do a wrong move, that will be the last move of my life. എന്തെങ്കിലും കാരണവശാൽ ഈ വിടവ് കടക്കാൻ ഞാനൊന്ന് ശ്രമിച്ചാൽ അതിന്റെ ഒടുവിലത്തെ. But all I did was I prayed. ഞാൻ പ്രാർത്ഥിച്ചു, Lord Jesus, if it is your will, help me to get a picture with the യേശുവേ, president. അങ്ങയുടെ ഇതമാണെങ്കിൽ ഈ പ്രസിഡന്റിന്റെ കൂടെ ഒരു പടം എടുക്കാൻ എനിക്കൊരു അവസരം തരണേ. When I finished and I went to put my ഞാൻ guitar away, എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഗിറ്റാർ വെക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ, when I turned around, it was the president. ഞാൻ ഗിറ്റാർ ഇങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ അടുത്ത് He came from his seat to the stage അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി and he വന്നു. said, Benny, bring your guitar. I want to take a photograph with you. പ്രസിഡന്റ് പറയാണ്, ബെന്നി നിന്റെ ഗിറ്റാർ എടുത്തോണ്ട് വാ, എനിക്ക് നിന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ട്. And then he autographed the photograph next day and sent it to me as a അടുത്ത ദിവസം gift. അദ്ദേഹം ആ ഫോട്ടോയിൽ ഒപ്പിട്ട് ഓട്ടോഗ്രാഫ് ചെയ്ത് എനിക്ക് അയച്ചു തന്ന ഒരു ഗിഫ്റ്റ് സമ്മാനമായിട്ട്. How is this possible? ഇതെങ്ങനെ സംഭവിച്ചു? Which president will walk up to a stranger? ഒരു അപരിചിതന്റെ അടുത്തേക്ക് ഒരു പ്രസിഡന്റ് നടന്നു ചെന്ന് ഇങ്ങനെ സംസാരിക്കുമോ? But you see, it was the desire that God put. കാര്യം ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ആഗ്രഹമായിരുന്നു. You're looking for creativity. പലപ്പോഴും ഈ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ നോക്കുന്നു. You're looking for business opportunities. നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കുന്നു. Let God birth those desires in you. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ദൈവം തന്നെ ജനിപ്പിച്ചു തരട്ടെ നമ്മുടെ ഉള്ളിൽ. Ask God for clarity. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ദൈവത്തോട് തന്നെ ചോദിച്ചു. You know, I designed the world's first guitar with drums inside. The next picture, please. അടുത്ത പടത്തിൽ ഞാൻ തന്നെ ഗിറ്റാറിന്റെ കൂടെ ഒരു ഡ്രമ്മും കൂടെ ചേർത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഗിറ്റാർ. You know, I was thrown out of my music class on the first day at the age of 15, saying that I was not fit for music. 15-ാം വയസ്സിൽ ഞാനൊരു മ്യൂസിക് ക്ലാസ്സിന് നിന്നപ്പോൾ ആദ്യ ദിവസം തന്നെ അവർ വിജയകരമായിട്ട് എന്നെ അങ്ങ് പുറത്താക്കി. കാര്യം എന്നെ സംഗീതത്തിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞവർ പുറത്താക്കി. 2004 I went for the Olympics in Greece. പക്ഷേ 2004 ഒളിമ്പിക്സ് ഗ്രീസിൽ നടന്ന ഒളിമ്പിക്സിന് ഞാൻ പോയി. But they told me you cannot share your testimony. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് നിന്റെ സാക്ഷ്യമൊന്നും പറയാൻ Now പറ്റില്ല. for me, what Jesus has done has been the number one information I want to communicate with people. പക്ഷെ ഞാൻ ഈ പോയിടത്തൊക്കെ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, എനിക്ക് യേശുവിനെ കുറിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പറയാം. Every time an article is made on my life, എന്നെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ first thing I try to search is there mention of Jesus anywhere? അപ്പം ഞാനത് വായിച്ചു നോക്കും, അതിനകത്ത് എവിടെയെങ്കിലും യേശുവിനെ പറ്റി പരാമർശമുണ്ടോ. And you know, out of nothing, Jesus helped me to design this guitar so that it will attract the athletes and come to talk to me. അപ്പം ഞാൻ ഇങ്ങനൊരു ഗിറ്റാർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തത് ഇതൊരു ആകർഷകമായ ഗിറ്റാർ ആയതുകൊണ്ട് അവിടെ വരുന്ന ഈ ഒളിമ്പിക്സിന് വരുന്ന കളിക്കാരെല്ലാം ഇത് കണ്ട് ആകർഷിക്കപ്പെട്ട് എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങനൊരു ഗിറ്റാർ ഉണ്ടാക്കിയത്. God honored my simplicity and allowed me to design something new in the world. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനൊരു ഗിറ്റാർ ഉണ്ടാക്കിയെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. 2004. 2004 ഈ Now സംഭവം. 2006 I got invited to perform on the cultural stages of the FIFA World Cup. ഫിഫ വേൾഡ് കപ്പിലെ കൾച്ചറൽ സ്റ്റേജസിൽ പെർഫോം ചെയ്യാനായിട്ട് എനിക്കൊരു 2006 ക്ഷണം കിട്ടി. I was amazed, എനിക്ക് വളരെ സന്തോഷമായി. but I had a different idea. അപ്പോഴെനിക്ക് വ്യത്യസ്തമായൊരു ഐഡിയ. I wanted to design something new. പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യണമെന്നൊരു ഐഡിയ എനിക്ക് വന്നു. There was the next picture, please. അടുത്ത So I designed the 54 string guitar. 54 സ്ട്രിങ് ഉള്ള ഒരു ഗിറ്റാർ ഞാൻ അങ്ങ് ഡിസൈൻ ചെയ്തു. Before this,
The largest number of strings was 42 strings by another artist. മറ്റൊരാള് 42 സ്ട്രിങ് ഉള്ള ഒരു ഗിറ്റാറാണ് അന്ന് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രിങ് ഉള്ള ഗിറ്റാർ എന്ന റെക്കോർഡുള്ളത്. Now I wanted to break that record. ആ റെക്കോർഡ് ഒന്ന് ഭേദിക്കണമെന്ന് എനിക്കങ്ങ് തോന്നി. Even though I am telling the world I want to glorify Jesus, യേശുവിനെ സാക്ഷിക്കണമെന്നൊക്കെയാണ് ഞാൻ പറയുന്നതെങ്കിലും I want to design something new, the best for Jesus. യേശുവിന് വേണ്ടി ഏറ്റവും നല്ലത് കൂടിയത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുമെങ്കിലും I can fool the world, അങ്ങനെയൊക്കെ പറഞ്ഞ ലോകത്തെ പറ്റിച്ചു. but deep inside Jesus knows what is your actual motive. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്നുള്ളത് എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. This guitar has the same story like the Titanic ship. പക്ഷേ ഈ ഗിറ്റാറിൻ്റെയും കഥ ടൈറ്റാനിക്കിൻ്റെ കഥയായിപ്പോയി. It did not do one proper journey. ശരിക്കും ഒരു യാത്ര പോലും പോയില്ല ഈ ഗിറ്റാർ. When I took this guitar for the FIFA World Cup, ഞാൻ ഫിഫ വേൾഡ് കപ്പിന് ഈ ഗിറ്റാറും പിടിച്ചാണ് പോയത്. nothing was working. അതിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. Only 6 strings worked. ആ ഇത്രയും സ്ട്രിങ് എല്ലാം പിടിപ്പിച്ചെങ്കിലും 6 സ്ട്രിങ്ങേ വർക്ക് ചെയ്യുന്നുള്ളൂ. I would perform, ഞാൻ പെർഫോം ചെയ്യും. and after some time people will say, when can we hear the other strings? അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ ഈ ബാക്കി ഈ സ്ട്രിങ്ങും കൂടെ എപ്പോഴാണ് കേൾക്കുന്നത്? After 5 days I removed all the strings. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി എക്സ്ട്രാ സ്ട്രിങ് എല്ലാം അങ്ങ് ഊരിയെടുത്തു. Because people were more interested in the other strings that I was not playing. ഞാൻ ഈ പ്ലേ ചെയ്യാത്ത ബാക്കി സ്ട്രിങ്ങുകളാണ് ആൾക്കാരുടെ താല്പര്യം. And I had to repent. അങ്ങനെ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. I said, God, I'm really sorry. ദൈവമേ എനിക്ക് എന്നോട് ക്ഷമിക്കണമേ. You see, you thought that everything that I prayed was success. ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം വിജയമായി തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. As long as it is God's desire being birthed, I was successful. ദൈവത്തിൻ്റെ ഹിതം ഉദ്ദേശം എൻ്റെ ഉള്ളിൽ അവൻ തന്നത് അത് ഞാൻ നിർവഹിച്ചപ്പോൾ അതിൽ ഞാൻ വിജയിച്ചു. But you see, I was using God to promote myself. പക്ഷെ ഞാൻ ദൈവത്തെ ഉപയോഗിച്ച് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. And the guitar was a disaster. ആ ഗിറ്റാർ ഒരു ഭൂലോക തോൽവിയായി പോയി. See, many times we might have great ideas. ചിലപ്പോൾ നമുക്ക് വലിയ ആശയങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. And you're telling, I'm doing everything right, but I have no breakthrough. ഞാൻ എല്ലാം നന്നായിട്ടാണല്ലോ ചെയ്യുന്നത്, പക്ഷേ എനിക്കൊരു ഉയർച്ചയില്ല. What is God's desire? എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം? Are you aligning yourself to Him? നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തോട് നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? You know, the next picture. This is Chai 316 in Bangalore. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ സ്ഥാപനമാണ് ചായ് 316 എന്നാണ് അതിന് Now, പേരിട്ടിരിക്കുന്നത്. I lived a very simple life. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ലളിതമായ ഒരു I had 5 ജീവിതമാണ്. shirts, 2 pants, and 1 pair of shoes. എനിക്ക് 5 ഷർട്ടും 2 പാൻറ്റും ഒരു ജോഡി ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ. Whether I met the president or the prisoner, my uniform was the same. ഞാൻ പ്രസിഡന്റിനെ കാണുമ്പോഴും ഒരു തടവുകാരനെ കാണുമ്പോഴും ഒരേ വസ്ത്രം തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. I had a small room in my parents' house, and I was very content. എൻ്റെ മാതാപിതാക്കളുടെ വീട്ടിൽ എനിക്കൊരു മുറി ഉണ്ടായിരുന്നു എൻ്റേതായിട്ട്. എനിക്ക് വളരെ തൃപ്തിയോടുകൂടി ഞാൻ ആ മുറിയിൽ I used to കഴിഞ്ഞിരുന്നു. travel about 50 to 60 countries every year. അന്ന് ഓരോ വർഷവും ഏകദേശം 50 രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമായിരുന്നു. And I enjoyed my life being a traveler and a missionary. ഞാനൊരു ട്രാവലറായിട്ടും സഞ്ചാരകനായിട്ടും മിഷണറിയുമായിട്ടും പോകുന്നതിൽ ഞാൻ വളരെ കൃതാർത്ഥനായിരുന്നു. 2011, I had finished every country. 2011 ആയപ്പോഴത്തേക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു വട്ടം ഞാൻ പോയി കഴിഞ്ഞു. South Sudan was my last country. It was 6 days old. സൗത്ത് സുഡാൻ ആയിരുന്നു ഞാൻ ഏറ്റവും ഒടുവിൽ പോയ രാജ്യം. ആ രാജ്യം ഉണ്ടായിട്ടെന്ന് 6 ദിവസമേ ഉണ്ടായുള്ളൂ. Then I came back to Bangalore. തിരിച്ച് ഞാൻ ബാംഗ്ലൂരിലെത്തി. I said, God, what do you want me to do now? ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യണം? I finished traveling every നീ country. പറഞ്ഞ എല്ലാ രാജ്യത്തും പോയി. And I love to travel. എനിക്ക് ഈ യാത്ര വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലുമാണ്. That's when Jesus said, Benny, I want you to go and buy a piece of land. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ബെന്നി നീ പോയി ഒരു സ്ഥലം മേടിക്കണം. I never wanted to buy land. എനിക്ക് ഒരിക്കലും ഈ സ്ഥലം മേടിക്കുന്ന I'm പരിപാടിയെ very content with where I am. കാര്യം ഞാൻ ആയിരിക്കുന്നിടത്ത് എനിക്ക് വളരെ തൃപ്തിയോടിരിക്കുന്നവനാണ്. And I had to inform God that land is expensive. അപ്പം ഞാൻ ദൈവത്തോട് അങ്ങോട്ടൊരു വിവരം പറഞ്ഞ് മനസ്സിലാക്കി, ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വിലയുള്ളതാണ്, വിലപിടിപ്പുള്ളതാണ്. Sometimes we feel like God does not know the latest breaking news. We want to update Him. ചിലപ്പോഴെങ്കിലും നമുക്കൊരു തോന്നലുണ്ട്, ദൈവത്തിന് ഈ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അപ്ഡേറ്റഡ് അല്ല, അതുകൊണ്ട് നമ്മളിനി അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. Even though Bible says that He knows even before you desire, before you think, before you ask, but still we want to update God. നിങ്ങൾ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ചോദിക്കുന്നതിന് മുമ്പേ കർത്താവ് കണ്ടു കഴിഞ്ഞു. നമ്മൾ ചിലപ്പോഴും ദൈവത്തെ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കും. He said, go and buy. ദൈവം പറഞ്ഞില്ല, നീ പോയി അത് മേടിക്കുക, I will provide for you. ഞാൻ അതിന് വഴിയൊരുക്കി തരാം. So I went.
ഞാൻ പോയി. So I told Francis, God is telling me to buy land. ഞാൻ ഫ്രാൻസിസിനോട് പറഞ്ഞു, ദൈവം എന്നോട് ഒരു സ്ഥലം മേടിക്കാൻ പറഞ്ഞു. So he said, come over, and he showed me the piece of land. അപ്പം ഫ്രാൻസിസ് കൊണ്ടുപോയി സ്ഥലം കാണിച്ചു. And I said, I want to buy it. ഞാൻ പറഞ്ഞു, എനിക്കിത് മേടിക്കണം. He said, how will you pay? നീ എങ്ങനെ അതിന് പൈസ തരും? He said, the land is 1.5 crores with the discount that I'm giving you. ഞാൻ തരുന്ന ഡിസ്കൗണ്ട് കഴിച്ച് 1.5 കോടി രൂപ നീ എനിക്ക് തരണം. ഈ സ്ഥലത്തിന് വിലയായി. Now that's a lot of zeros. അത് ഒത്തിരി പൂജ്യമുള്ളതാണ് ഈ 1.5 കോടി. And I said, Francis, it's so expensive. അപ്പം ഞാൻ ഫ്രാൻസിനോട് പറഞ്ഞു, ഭയങ്കര വിലയാണല്ലോ അത്. He said, land is expensive. അതേ പറഞ്ഞ സ്ഥലത്തിന് വിലയുണ്ട്. It's not buying a flight ticket, but you're buying a land. നീ വിമാന ടിക്കറ്റ് മേടിക്കുന്ന പോലല്ല, ഇതൊരു സ്ഥലം മേടിക്കാനാണ് നീ വന്നിരിക്കുന്നത്. And he said, you have 3 months to pay. നിനക്ക് 3 മാസം തരാം, അതിനുള്ളിൽ നീ കാശ് തന്ന് മേടിച്ചോണം. Now I have a policy that I will never ask for money. എനിക്കൊരു ചെറിയൊരു പോളിസി ഉണ്ട്, ഞാൻ ആരോടും കാശ് ചോദിക്കുകയില്ല. I do not borrow money. ഞാൻ കാശ് കടം മേടിക്കുകയില്ല. I never take a loan from the bank. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കത്തില്ല. So with this, I went back to Jesus. ഇതുമായിട്ട് ഞാൻ തിരിച്ച് യേശുവിൻ്റെ അടുക്ക് പോയി. I said, okay God, it's 1.5 crores. Now it is your turn to do the miracle. ദൈവമേ, സ്ഥലം കണ്ടു, 1.5 കോടി രൂപയാണ്, ഇനി അത്ഭുതം നീ ചെയ്യണം. And he said, Benny, go and empty your bank account. അപ്പം ദൈവം പറഞ്ഞു, ചെയ്യാം, നീ ആദ്യം പോയി നിന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം കാലിയാക്കണം. I said, God, I'm a missionary. You should not take money from me. You should take money from all these people here. അപ്പം പറഞ്ഞു, ദൈവമേ, ഞാനൊരു മിഷണറിയാണ്, എന്നിൽ നിന്ന് പണം എടുക്കേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ പണമുള്ളവരാണ്, ഇവർ പണം തരണം. See, generosity is not based on the amount. It is based on the value of our giving. ഓക്കെ, ജനറോസിറ്റി, ഔദാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചാണ്, അല്ലാതെ അതിൻ്റെ തുകയുടെ വലിപ്പത്തിലല്ല. And so I emptied my bank account. ഞാൻ പോയി എൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഞാൻ കാലിയാക്കി. I was shocked that there was 1 crore rupees in my bank account. ഞാൻ ഞെട്ടിപ്പോയി. എല്ലാ ബാങ്കിലും കൂടെ എൻ്റെ കയ്യിൽ 1 കോടി രൂപയോളം ഉണ്ടായിരുന്നു. Now, I'm taking the bus to the airport. I've taken, all kinds of things, and nobody could think that there was 1 crore in his account. ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്നത് ബസ്സിലാണ്. ഇങ്ങനെ പോകുന്ന ഒരുത്തിന് ഇത്രയും രൂപ ബാങ്കിൽ ഉണ്ടായിരുന്നെന്ന് ആരും ചിന്തിച്ചില്ല. I had a used car. എനിക്കൊരു പഴയ കാറാണ് ഉണ്ടായിരുന്നത്. And because I don't look at my account to define how I live. ഞാൻ ഈ അക്കൗണ്ട് നോക്കിയല്ല എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. So we went to a cafe coffee day. ഞാൻ ബാംഗ്ലൂരിലെ കഫേ ഡേ ചെന്നു. And I wrote the check for 1 crore and I gave it to ഞാൻ Francis. 1 കോടി രൂപയുടെ ചെക്ക് എഴുതി ഫ്രാൻസിസിന്റെ കൈ കൊടുത്തു. He said, how did you get so much money? അപ്പോൾ അവൻ ചോദിച്ചു, ഇത്രയും രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടി? So I told him, I've been traveling for about 13 years and this is what the Lord blessed me. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ലോകം മൊത്തം സഞ്ചരിച്ചു, അതിൽ നിന്നൊക്കെ കിട്ടിയ പണമായിരുന്നു ഇത്. He said, this is a miracle. ഇതൊരു അത്ഭുതം തന്നെയാണ്. And he took a sip of coffee. അവൻ കാപ്പി ഒരു സിപ്പ് കുടിച്ചു. And he said, the rest of the 50 lakhs is my gift into your ministry. പെട്ടെന്ന് അവൻ പറഞ്ഞു, അടുത്ത 50 ലക്ഷം നീ തരണ്ട, അത് എൻ്റെ സംഭാവനയായിട്ട് എടുത്തോ, ഇത് മതി. I did not have to paint a sorry picture. അവിടെ ഇനി അടുത്ത 50 ലക്ഷത്തിന് വേണ്ടി ഞാൻ ഒരു പടവും I didn't have to kill somebody to say this person died, my uncle is suffering, my mother is this. Nothing, no sad story. അടുത്ത 50 വർഷത്തിന് തവണ കിട്ടാനോ അല്ലെങ്കിൽ ഇളവ് കിട്ടാൻ വേണ്ടി ഒരു കഥയും അവിടെ പറയേണ്ടി വന്നില്ല. Every time we want a discount, always we give a very sorry picture. എപ്പോഴെങ്കിലും നമുക്കൊരു ഡിസ്കൗണ്ട് വേണമെങ്കിൽ നമ്മൾ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി പറയും. അത് വളരെ കഥകളായിരിക്കും പറയുന്നത്. But I didn't do anything. അങ്ങനെ ഒരു കഥയും പറയേണ്ടി വന്നില്ല. He himself found it a privilege to partner in the ministry. അയാൾക്ക് തന്നെ ഒരു പദവിയായിട്ട് തോന്നി, ഇതൊരു നല്ല ശുശ്രൂഷയാണ്, ഇതിൽ എനിക്കും ഒരു പങ്ക് വേണം, അതുകൊണ്ട് അടുത്ത 50 ലക്ഷം തരണ്ടെന്നങ്ങ് പറഞ്ഞു. 50 lakhs he wrote it off. 50 ലക്ഷം അയാൾ എഴുതി തള്ളി. And the beauty is, Cafe Coffee Day's motto says, കഫേ കോഫിയുടെ മോട്ടോ അറിയാവുന്നവർക്കറിയാം, a lot can happen over a cup of coffee. ഒരു കാപ്പിയുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. And here a lot happened over a sip of coffee. ഇത് ഒരു കാപ്പിയല്ല, ഒരു കവള് കുടിച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും 50 ലക്ഷം പോയി കിട്ടി. See, you don't need to help God. ദൈവത്തെ അങ്ങോട്ട് ചെന്ന് ആരും സഹായിച്ചു കളരുതേ. When you are in the center of His will, അവൻ്റെ ഹിതത്തിൻ്റെ മധ്യത്തിലാണ് നാമെങ്കിൽ, He will make all the things straight. എല്ലാം അവൻ നേരെയാക്കും. He knows whom to talk to. ആരോട് സംസാരിക്കണമെന്ന് അവനറിയാം. God is the best networker. ദൈവമാണ് ഏറ്റവും നന്നായി കൂട്ടിയിണക്കുന്നവൻ. He is the best strategist. ഏറ്റവും നല്ല സ്ട്രാറ്റജിസ്റ്റും ദൈവം തന്നെയാണ്. He is the best influence. ഏറ്റവും നല്ല സ്വാധീനിക്കുവാൻ കഴിയുന്നവനും നമ്മുടെ We ദൈവമാണ്. don't need to do all these things. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടന്നേ. And that's why I can give all the credit to Jesus for a building like this. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ടിടം ബാംഗ്ലൂർ ഞങ്ങൾക്ക് തന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ യേശുവിന് കൊടുക്കുന്നു. The next picture please. അടുത്ത പടം.
So this is how our cafe looks inside. ഇപ്പം ഞങ്ങളുടെ അകവശം ഇങ്ങനെയാണ് കാണുന്നത്. Now it's a 400-seater cafe. ഇത് ഞങ്ങളുടെ 400 പേർക്ക് ഇരിക്കാവുന്ന കഫേയാണ്. And we only serve tea. ഞങ്ങളവിടെ ചായ മാത്രമേ കൊടുക്കൂ. No, it is a non-commercial cafe. അത് വരുമാനം ഉണ്ടാക്കുന്ന കഫേ അല്ല. And our goal is 80% listening and 20% talking. അവിടെ വരുന്നവരുടെ 80% അവരെ കേൾക്കണം, 20% അങ്ങോട്ട് എന്തെങ്കിലും On പറയണം. average, every week we rescue one young boy or a girl who's at the verge of committing ഓരോ suicide. ആഴ്ചയും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആത്മഹത്യയിൽ നിന്ന് ഞങ്ങൾ അവരെ വീണ്ടെടുക്കാം. So the builder said it's going to cost 5 crores. അപ്പം ഞങ്ങളുടെ കോൺട്രാക്ടർ പറഞ്ഞു പണിഞ്ഞു തരാം 5 കോടിയാവും മൊത്തം കെട്ടിടത്തിന്. So I went back to Jesus. വീണ്ടും യേശുവിൻ്റെ അടുത്ത് ചെന്നു. Said, God, now I have no money in the account, so you can't tell me to empty. ഇനിയിപ്പം എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല, കാലിയാക്കാൻ പൈസ ഒന്നുമില്ല, ഇനി നീ എന്നെ ചെയ്യണം. So how will you provide? അപ്പം നീ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? He said, use your CDs as a tool. അപ്പം ദൈവം പറഞ്ഞു നിന്റെ CDs ഉണ്ടല്ലോ അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കണം. I told Jesus that 2013 CDs are already phasing out. അപ്പം 2013 ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ CD ഒക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. And he says, I will create a market for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് തരാം. That is when I knew God's ways are nonsense to human understanding. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ദൈവത്തിന്റെ വഴികൾ എനിക്ക് ഒരു സെൻസും തരികയില്ല, നോൺ സെൻസ് പോലെ You തോന്നുന്നു. see everything. Look at how Moses parted the sea. മോശ എങ്ങനെയാണ് ചെങ്കടലിനെ പിളർന്നതെന്ന് കണ്ടോ? You know, the Pharaoh's army is chasing them. ഫറവോന്റെ സൈന്യം പിറകെ അവരെ വിരട്ടിക്കൊണ്ടുവരുന്നു. And you would expect something, but the last thing is for a sea to be parted. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മറ്റു പലതുമാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ദൈവം ആ ചെങ്കടലിനെ പിളർത്തി അവരെ അങ്ങ് മുന്നോട്ട് Or the wall of Jericho. ഈ പറഞ്ഞ യെരിഹോ കോട്ട. God says move around for 6 days. 6 ദിവസം അതിന് ചുറ്റും നടക്കണം. 7 days shout and sing some worship songs. The walls will come down. 7 ദിവസം നിങ്ങൾ ഒച്ചയിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. You see, his ways are really higher than our ways. അവന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാട്ടിലും അഗോചരമാണ്. He says use Indian passport to travel to every country. ഇന്ത്യൻ പാസ്പോർട്ടും വെച്ച് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞു. And God did the miracle. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. Being a YWAM missionary without any finances, God said, I will be your provider. പ്രത്യേകിച്ച് YWAM മിഷണറി ഫൈനാൻസ് ഇല്ലാത്തവനാണെന്ന് പറയും, പക്ഷെ ദൈവം എനിക്ക് സകലവും തന്നു. His ways are higher than our ways. അവന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാട്ടിലും ഏറ്റവും മേത്തരമാണ്. So I trusted the Lord. ഞാൻ കർത്താവിൽ He വിശ്വസിച്ചു. told me to do 100% tithing for 14 months. അടുത്ത 14 മാസത്തോളം നിന്റെ പണം മുഴുവൻ നീ അത് മുഴുവൻ ദശാംശമായിട്ട് കൊടുത്തേക്കാം. 100%. 100% ദശാംശം കൊടുക്കാം. He said there's little money left in your account, you can use that. അത് കഴിഞ്ഞ് അല്പം നിന്റെ കയ്യിൽ അക്കൗണ്ടിലുണ്ടെങ്കിൽ അത് വേണേ ഉപയോഗിച്ചോ. And I did that. ഞാൻ അതും ചെയ്തു. In 2 years, 2 വർഷം 5 crore rupees came from CD sales. 5 വർഷത്തിനുള്ളിൽ 5 കോടി രൂപയും CD സെയിൽസിൽ നിന്നും ലഭിച്ചു. God spoke to people. കാര്യം ദൈവം ജനങ്ങളോട് സംസാരിച്ചു. There was no cost for the CDs. ഈ CDക്ക് ഞാൻ വിലയിട്ടിരുന്നില്ല. You see, he knows every detail. എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ദൈവത്തിന് അറിയാം. He knows your needs. നിങ്ങളുടെ പേരുകളെ അവനറിയാം. He knows your desires. നിങ്ങളുടെ ആഗ്രഹങ്ങളും അവനറിയാം. He's a good father. നല്ലൊരു പിതാവാണ് ദൈവം. Every good and perfect gift comes from above. എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് വരുന്നു, പിതാവിൽ നിന്ന്. And God did the miracle. ദൈവം അത്ഭുതം ചെയ്തു. What is God's desire for you? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? Whether it's about your marriage, നിങ്ങളുടെ വിവാഹമാണോ, about your career, നിങ്ങളുടെ ജോലിയെ സംബന്ധമാണോ, about your job placement, നിങ്ങൾ എവിടെ ജോലിക്കാക്കണമെന്നാണോ, should you go abroad or be here, നിങ്ങൾ വിദേശത്ത് പോകണമോ ഇവിടെ about your നിൽക്കണമോ, promotion, നിങ്ങളുടെ പ്രൊമോഷനാണോ, every detail, it is all in his hands. എല്ലാ വിവരങ്ങളും ദൈവത്തിന്റെ കയ്യിലുണ്ട്. Learn to seek his will. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് അവന്റെ ഹിതം മനസ്സിലാക്കാൻ പഠിക്കണം. And that's been my journey. അതായിരുന്നു എൻ്റെ യാത്ര. I'll close with my book. Last one, please. എൻ്റെ ബുക്കിനെ പറ്റി ഒരു I never wanted to write a book ഒരിക്കലും എനിക്കൊരു പുസ്തകം എഴുതാൻ ഒരു because I struggle to read. എനിക്ക് വായിക്കാൻ തന്നെ വലിയ Honestly, the only book that I read is the Bible. സാധാരണ ഞാൻ വായിക്കുന്ന ഏക പുസ്തകം ബൈബിൾ മാത്രമാണ്. And when I broke the world record in 2010, 2010 ഞാൻ ഈ വേൾഡ് റെക്കോർഡ് ഭേദിച്ചപ്പോൾ people kept on saying, you have to write a book, you have to write a book. അന്ന് എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി, നീ ഒരു പുസ്തകം എഴുതണം. But I never had the desire. പക്ഷേ അതിനുള്ളൊരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. And I am a person, I don't get pressured by people. ഞാനൊരു പ്രത്യേക ഒരു മനുഷ്യനാണ്, മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങിയില്ല. I am like the government office of India. I am not under pressure of the people. ഞാൻ ഈ ഇന്ത്യയിലെ സർക്കാർ ആഫീസ് പോലെയാണ്, ജനങ്ങളുടെ സമ്മർദ്ദത്തിന്മേൽ സർക്കാർ ആഫീസിൽ ഒന്നും നടക്കുകയില്ല. So it went on, and 2020 COVID hit. 2020 കോവിഡ് വന്നു.
And that's when I was completely jobless sitting at home, ആ സമയം വേറെ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിപ്പായി, like most of us. നമ്മളെല്ലാവരെയും പോലെ. And God put the desire to write the book. അപ്പോഴാണ് ഒരു പുസ്തകം എഴുതാനുള്ള ആഗ്രഹം ദൈവം ഉള്ളിൽ തന്നത്. He brought memories of everything that happened. എൻ്റെ ജീവിതത്തിൽ മുമ്പ് നടന്നിട്ടുള്ള സകലത്തിൻ്റെയും ഓർമ്മകൾ എനിക്ക് തിരികെ വരാൻ തുടങ്ങി. So my friends told me, who are in the book world, said, just print 1,000 copies. പ്രത്യേകിച്ച് പുസ്തക പ്രസാധന മേഖലയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു 1000 കോപ്പി പ്രിന്റ് ചെയ്താൽ Your family, your friends, your fans will be forced to buying. 1,000 you buy and then close the chapter. എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും പിന്നെ നിൻ്റെ ഫാൻസും അവർ കുറച്ചെല്ലാം കൂടെ മേടിക്കും, 1000 തീരും. I went back to Jesus. ഞാൻ വീണ്ടും യേശുവിൻ്റെ അടുത്ത് പോയി. And I felt God was telling me to print 10,000 copies. അപ്പോൾ ദൈവം എന്നോട് 10,000 കോപ്പി പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞായിട്ട് തോന്നി. I said, God, where will I store? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 10,000 കോപ്പി അടിച്ച് എവിടെ വയ്ക്കും ഇത്? But in 6 months, 10,000 copies went off. 6 മാസത്തിനുള്ളിൽ ഈ 10,000 കോപ്പിയും തീർന്നു. As of now, about 27,000 copies have gone. ഇതിനോടൊക്കെ ഏകദേശം 27,000 കോപ്പി പോയി കഴിഞ്ഞു. And it is only the Lord's doing. അത് കർത്താവ് ചെയ്തതാണ്. So many of my friends are saying, I've written 5 books, I've not even sold 5,000. ഞാൻ 5 പുസ്തകം എഴുതി 5,000 കോപ്പി പോലും ഇതുവരെ വിറ്റിട്ടില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. It is not because of my smartness. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല. It is not because I have a great story. എനിക്കൊരു വലിയ കഥ ഉള്ളതുകൊണ്ടുമല്ല. It is not because of world record. അത് വേൾഡ് റെക്കോർഡ് ഉള്ളതുകൊണ്ടുമല്ല. It is nothing but God birthing His desire into my life. ദൈവം തൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ജനിപ്പിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. And the book is written in a way that it can be given to people from other faith. മറ്റ് വിശ്വാസങ്ങളുള്ളവർക്കും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത്. And I've received so many different photos. ഒത്തിരി പടങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. Where even a 6-year-old boy was reading to 90-year-old person was also reading. 6 വയസ്സുള്ളൊരു കുട്ടി വായിക്കുന്നതും 90 വയസ്സുള്ളൊരു വ്യക്തി വായിക്കുന്നതും അങ്ങനെ ഒത്തിരി പിക്ചേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. One girl was struggling to finish her IIT and she was about to quit. ഒരു പെൺകുട്ടി അവളുടെ IIT അവൾക്ക് തീർക്കാൻ കഴിയാതെ അവൾ ഏകദേശം അത് വിട്ടുകളയുന്ന അവസ്ഥയിലായി. And her professor gave her a copy of my book. അവളുടെ പ്രൊഫസർ ഈ ഒരു ബുക്കിന്റെ കോപ്പി അവൾക്ക് കൊടുത്തു. And reading that book inspired her to complete her IIT. ആ പുസ്തകം വായിച്ചതിലൂടെ അവൾ തിരിച്ചു വന്ന IIT പൂർത്തിയാക്കി. I have not finished my 10th standard, but I am able to help others finish IIT. ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, പക്ഷെ മറ്റുള്ളവരെ IIT പാസ്സാക്കുവാൻ ദൈവം എന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നു. But you see, this is the work of the Lord. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. Dear parents, മാതാപിതാക്കളെ, more than trying to allow the society to define the future of your children, സമൂഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായി തീരണമെന്നുള്ളത് അവരല്ല തീരുമാനിക്കേണ്ടതിന് പകരം spend time praying and seeking for His will for the family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും ഹിതം എന്തെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുക. That is where you will find contentment with your family. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ. Some of you might be waiting and desperate to get married. ഒരുപക്ഷെ നിങ്ങൾ ചിലർ കല്യാണം കഴിക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കാം. Don't be in a hurry just to get married for the sake of marriage. കല്യാണം കഴിക്കാൻ വേണ്ടി എടുത്തിയാടി കല്യാണം കഴിച്ചു കളയല്ലേ. Spend time seeking wisdom from God. ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുക. In His time He will make all things beautiful. അവൻ എല്ലാം തൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. And that's why timing is Father's business. അതുകൊണ്ടാണ് ഈ സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമാണ്. I will be outside to sign my books. ഞാൻ ഇത് കഴിയുമ്പോൾ പുറത്ത് ആ കൗണ്ടറിൽ ഉണ്ടാവും. But before that I just want to play a song and then pray for you. ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പാട്ട് ഒന്ന് പാടാം, ഒന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. You see, it's a miracle for me to play this instrument. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം ഞാനിത് വായിക്കുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. This instrument is called the pan flute. ഇതിനെ പാൻ ഫ്ലൂട്ട് എന്നാണ് ഇത് പറയുന്നത്. And I had only 40% lungs. എനിക്ക് എൻ്റെ ലങ്സ് 40% ഉണ്ടായിരുന്നുള്ളൂ. 2012 I got invited to perform at the Paralympic Games. പാരാഒളിമ്പിക് ഗെയിംസിൽ 2012 പെർഫോം ചെയ്യാൻ എന്നെ വിളിച്ചു. And I prayed and the Lord told me to pick up a brand new instrument. അപ്പോൾ ദൈവം പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുതിയ ഒരു ഉപകരണം നീ സംഘടിച്ച് അത് തുടങ്ങണമെന്ന് പറഞ്ഞു. It is nothing connected to the guitar. ഇത് ഗിറ്റാറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത I said, ഉപകരണമാണ്. God,
I'm an asthmatic, I have 40% lungs, I can't breathe properly, and you're telling me to play a wind instrument. ഞാനൊരു ആസ്മ രോഗിയാണ്, എനിക്ക് ശരിക്കും ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, എനിക്ക് 40% എൻ്റെ ലങ്സ് വർക്ക് ചെയ്യുന്നുള്ളൂ, ഇത് ഊതി എങ്ങനെയാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്? Again, I wanted to give the breaking news to God. അപ്പോഴും ഞാൻ ദൈവത്തിന് ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ അവസ്ഥ. And the Lord said, I will strengthen you to play this instrument. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ഈ ഉപകരണം ഉപയോഗിക്കാൻ ഞാൻ നിന്നെ ശക്തീകരിക്കാം എന്ന് ദൈവം പറഞ്ഞു. He said, if I can use 5 loaves of bread and 2 fish to feed 5,000, I can also use 40% lungs to play the pan flute. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെങ്കിൽ നിന്റെ 40% ലങ്സ് കൊണ്ട് ഇത് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം. He can use your weakness to showcase his strength. നിങ്ങളുടെ ബലഹീനത അവൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനായി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. Because in your weakness, his strength has been made perfect. നിങ്ങളുടെ ആ ബലഹീനതയിലാണ് അവൻ്റെ തികവ് വെളിപ്പെടുത്തി കാണിക്കുവാൻ ദൈവത്തിന് കഴിയുന്നത്. In 6 days I learned to play the instrument. ഈ ഉപകരണം അത് ഉപയോഗിക്കുവാൻ 6 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. Within a month's time I ended up playing at the Paralympic Games. ഒരു മാസത്തിനകം ഞാൻ പാരാഒളിമ്പിക്സ് ഗെയിംസിന് ഇത് കൊണ്ടുപോയി ഞാൻ വായിച്ചു. When I came back to India, ഞാൻ തിരിച്ച് ഇന്ത്യയിൽ മടങ്ങി വന്നപ്പോൾ there was a medical doctor from Manipur who said, Benny, I believe Jesus is going to heal you today and I want to pray for you. ഞാൻ തിരിച്ചു വന്നപ്പോൾ മണിപ്പൂരിലുള്ളൊരു മെഡിക്കൽ ഡോക്ടർ പറയുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ, ഇന്ന് ദൈവം നിന്നെ സൗഖ്യമാക്കും. And then he said, I want to do a medical checkup. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യട്ടെ. I said, as long as you pay for the checkup, I have no problem doing the ഞാൻ checkup. പറഞ്ഞു, മെഡിക്കൽ ചെക്കപ്പിനുള്ള കാശ് നിങ്ങൾ കൊടുക്കുമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തോ, എനിക്ക് വിരോധമൊന്നുമില്ല. Because I'm a chronic patient. ഞാൻ ഒരു ക്രോണിക് പേഷ്യൻ്റ് ആണ് ഞാൻ. He finished doing the checkup and in the എല്ലാം end കഴിഞ്ഞു. he said, Benny, you are severe asthmatic. എന്നിട്ട് അദ്ദേഹം വന്ന് റിസൾട്ട് പറയുകയാണ്, നീ സിവിയർ ആസ്മ പേഷ്യൻ്റ് ആണ്. I said, I know that even without the checkup. അത് ചെക്കപ്പ് ചെയ്യാതെ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. But then he said, your lungs have regrown from 40% to 95%. എന്നിട്ട് പറഞ്ഞു, നിന്റെ ലങ്സ് 40% നിന്ന് ഇപ്പം 95% വളർന്നിരിക്കുന്നു. See, God does miracles. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. But he does it in his time. പക്ഷെ അവന്റെ സമയത്തെ ചെയ്യുള്ളൂ, according to his will. അവന്റെ ഇഷ്ടപ്രകാരമേ He ചെയ്യുള്ളൂ. knows what is best for each one of us. നമുക്ക് ഓരോരുത്തർക്കും നല്ലത് ഏതെന്ന് അവനറിയാം. Be patient അതുകൊണ്ട് and wait for his timing. വളരെ സഹിഷ്ണുതയോടെ അവന്റെ സമയത്തിനായി കാത്തിരിക്കുക. I'm going to play this beautiful hymn, How Great Thou Art. How Great Thou Art എന്ന മനോഹരമായ ആ ഹിം ഞാനൊന്ന് വായിക്കട്ടെ. Yeah, let's play the track and the reverb, please. റിവർബ്.
Amen. Let's pray, please. Thank you. പ്രാർത്ഥിക്കാം. Shall we close our eyes? കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Loving Father, I want to thank you for the house of prayer. സ്നേഹവാനായ ദൈവമേ, ഈ ഹൗസ് ഓഫ് പ്രയറിനായിട്ട് ഞാൻ സ്തോത്രം Thank you, ചെയ്യുന്നു. Lord, for each and everyone's life. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതങ്ങൾക്കായിട്ടും സ്തോത്രം. Might be some people have gone through disappointments and failures. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ കർത്താവേ നിരാശയും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. Might be there's some people saying that I've done everything right, but why have I not received my breakthrough? ഞാൻ എല്ലാം നന്നായിട്ടാണല്ലോ ചെയ്യുന്നത്, എന്തുകൊണ്ട് എനിക്കൊരു വിടുതൽ മാത്രം വരുന്നില്ല? Might be some of you have become tired of hoping for a miracle through your prayer. പ്രാർത്ഥനയിലൂടെ ഒരു അത്ഭുതം കാത്തിരുന്നിട്ട് ഏകദേശം നിരാശയുടെ അവസ്ഥയിലേക്ക് എത്തിയവർ ചിലരുടെ ഉണ്ടെന്ന് തോന്നുന്നു. Do not give up, my dear brother and sister. എൻ്റെ സഹോദര സഹോദരി, ഒരിക്കലും വിട്ടുകളയരുത്. Hold on to hope. വിശ്വാസത്തോടെ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുക. Hold on to your prayers. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പിടിച്ചു നിൽക്കുക. Let us learn to seek His will first. ആദ്യം നമുക്ക് അവൻ്റെ ഹിതം നമുക്ക് അന്വേഷിക്കാം. Let us learn to seek His kingdom. അവൻ്റെ രാജ്യം നമുക്ക് അന്വേഷിക്കാം. And the Bible says all these things will be added in your life. അവിടെയാണല്ലോ വചനം പറയുന്നത്, ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. Let us allow God to shape our desires. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം തന്നെ ഷേപ്പ് ചെയ്ത് തരട്ടെ. Then our desires will align to Him. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവനോട് ഇണഞ്ഞിരിക്കുന്നതാകട്ടെ. And for sure He will fulfill the desires of our hearts. അങ്ങനെയെങ്കിൽ ഉറപ്പായും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നമുക്ക് തരും. Because those desires are birthed by God Himself into our lives. നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ തന്നെയാണ് ആ ആഗ്രഹങ്ങളെ ജനിപ്പിച്ചു തന്നത്. Thank you, Jesus. യേശുവേ നന്ദി. In Jesus' name I pray. Amen. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.